അപ്പോൾ പ്രപഞ്ചം ഒരുപാട് വലുതാണ്, ഒരുപാട് വലുതാണ്, എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. നമുക്കൊക്കെ അറിയാം, ബീച്ചുകളിലെ മണൽത്തരികളെക്കാളും എണ്ണം കൂടുതൽ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെന്നാണ്. അപ്പോൾ എത്രയായിരിക്കും പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എന്ന് വിചാരിച്ച് ഭൂമിയെ അങ്ങ് ഇഗ്നോർ ചെയ്യേണ്ടതുണ്ടോ? ഭൂമി ചെറുതാണോ? ജീവജാലങ്ങൾക്ക് പ്രത്യേകമായി ഞാൻ പടച്ചതാണ് ഭൂമിയെ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. വൽ അർള, ഭൂമിയെ, ആൻഡ് ദ എർത്ത്, വദഅഹാ ലിൽ അനാം, ഹി എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ് ഫോർ ദ ലിവിങ് ക്രീച്ചേഴ്സ്. അല്ലാഹു ജീവജാലങ്ങൾക്ക് ഭൂമിയെ പടച്ചു എന്നല്ല പറഞ്ഞത്, ഭൂമിയെ ജീവജാലങ്ങൾക്ക് വേണ്ടി പടച്ചു എന്നാ ആദ്യം പറഞ്ഞ വാക്ക് ഭൂമി എന്ന. അറബി ഗ്രാമർ അനുസരിച്ച് ഭൂമി പിന്നെ വരേണ്ടത് വലഅ അൽ അർള ലിൽ അനാം. വൽ അർള വലഅഹാ ലിൽ അനാം എന്നതിനെ വലഅ അൽ അർള ലിൽ അനാം, ഭൂമിയെ ജീവജാലങ്ങൾക്ക് വേണ്ടി പടച്ചു. പക്ഷേ അല്ലാഹു എന്ത് ചെയ്തു? വൽ അർള, ഭൂമി എന്ന വാക്കിനെ ആദ്യം കൊണ്ടുവന്നു. വൽ അർള ആൻഡ് ദ എർത്ത്. അവിടെ ഒരു അറ്റൻഷൻ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഭൂമി, വലഅഹ, ഭൂമിയെ അല്ലാഹു ഡിസൈൻ ചെയ്തത് ലിൽ അനാം, ജീവികൾക്ക് ജീവിക്കാൻ കഴിയുന്ന ചുറ്റുപാടിലാണ്.